കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ചാണ്. എല്ലാവർക്കും ഒത്തിരിയധികം അറിയാം ഈ വിശുദ്ധയെക്കുറിച്ച്. എങ്കിലും ഞാൻ നിങ്ങളോട് ഈ വിശുദ്ധയെക്കുറിച്ച് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം. അറിയാത്തവർക്കത് വളരെ ഉപകാരപ്രദവുമായിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അമ്മയുമായ മാർട്ടിനും സിലിങ്കുരിയുടെയും 5ാമത്തെ മകളായിട്ടാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ജനിക്കുന്നത്. ഇവർ 5 മക്കളും മഠത്തിലേക്ക് പോവുകയാണ്. 5 മക്കളെയും അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചവരായിരുന്നു ഈ മാതാപിതാക്കൾ. അതിനാൽ തന്നെ പിൽക്കാലത്ത് ഈ മാതാപിതാക്കളെ 2 പേരെയും വിശുദ്ധരായി മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 5 മക്കളും മൂത്ത മകളുടെ പേരായിരുന്നു പൗലിൻ, പിന്നെ ലയോണി, മരിയ, 4ാമത്തേവളായ സെലിൻ, 5ാമത്തെ വിശുദ്ധ കൊച്ചുത്രേസ്യ. ഇവരടങ്ങുന്നൊരു കുടുംബം വളരെ സന്തോഷപ്രദമായി ജീവിക്കുകയായിരുന്നെങ്കിലും പെട്ടെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ അമ്മയുടെ മരണം അവളെ വല്ലാതെ അലട്ടി. അവൾ ഒത്തിരി നിരാശയായി. എങ്കിലും അവൾ പൗലിൻ ചേച്ചിയെ, മൂത്ത ചേച്ചിയെ തൻ്റെ അമ്മയായിട്ട് അവൾ പരിഗണിച്ചു. അവളുടെ വികൃതികളും കുസൃതികളൊക്കെ ഉണ്ടെങ്കിലും അവളെല്ലാ സംശയങ്ങളും ചോദിച്ചിരുന്നത് അവളുടെ പൗലിൻ ചേച്ചിയോടാണ്. അങ്ങനെ ഇരിക്കെയാണ് പൗലിൻ ചേച്ചി മഠത്തിലേക്ക് പോകുന്നത്. അത് അവളെ ഒത്തിരിയധികമായിട്ട് തളർത്തി. കാരണം അവൾ സ്നേഹിച്ചവരെല്ലാം അവളെ വിട്ടുപിരിയുമ്പോൾ ഈ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും വെറും ക്ഷണികമാണെന്ന് അവൾ മനസ്സിലാക്കി. അവളുടെ പിതാവ് അവളുടെ മൂത്ത ചേച്ചിയെ വീട്ടിൽ നിന്ന് കന്യക മഠത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പിതാവിൻ്റെ കണ്ണീര് ഒത്തിരി ഉണ്ടായിരുന്നു. എങ്കിലും ആ പിതാവ് തൻ്റെ വേദനകളെല്ലാം ഉള്ളിലൊതുക്കി ദൈവത്തിന് മക്കളെ സമർപ്പിച്ചു. അതുപോലെ തന്നെ പൗലിൻ ചേച്ചിയുടെ ആ ഇല്ലായ്മ അവളെ ഒത്തിരിയധികം വീണ്ടും തളർത്തി. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് തലവേദനയൊക്കെ വരാൻ തുടങ്ങി. അത് അവൾ ഒത്തിരി അസ്വസ്ഥമാക്കി. അത് അവളുടെ പിതാവിനെയും മറ്റ് സഹോദരിമാരെയും ഒത്തിരിയധികം വേദനിപ്പിച്ചു. പിന്നീട് അവൾ അതിൽ നിന്നെല്ലാം മുക്തയായി. മൂത്ത ചേച്ചിയുടെ അകൽച്ച മാറുന്നതിന് മുൻപ് അടുത്ത 2 ചേച്ചിമാരായ ലയോണിയും മരിയയും അവരും മഠത്തിലേക്ക് യാത്രയായി. തൻ്റെ മക്കൾ ഓരോരുത്തരും മഠത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ ഈർന്നണിയുന്നുണ്ടായിരുന്നു. ഇത് വീണ്ടും കൊച്ചുത്രേസ്യയെ വീണ്ടും അസ്വസ്ഥമാക്കി. അവൾ മനസ്സിലുറച്ചു, എനിക്കും പോകണം, കൂടുതൽ ദൈവത്തെ അറിയണം, കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് എനിക്കും ഒരു മഠത്തിലേക്ക് പോകണം. അതിനാൽ തന്നെ അവളുടെ പിതാവും കൂടെ ബിഷപ്പിനെ